ബെസ്റ്റ് ഡിസൈൻ, യുവർ ടാലൻറ്റ്, റോളെക്സ്, ഫാൻസി ഡ്രസ്, സാരമില്ല. ഗ്രേറ്റ്. ഹായ്, വന്നാട്ടെ. നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. വെളിയിൽ പോകാൻ തുടങ്ങായിരുന്നോ? ഇല്ലല്ലോ. അല്ല, രാവിലെ ഒരു ഡ്രസ്, ഇപ്പൊ ഒരു ഡ്രസ്. ഓ, അത് വെളിയിലേക്ക് പോകുന്ന ശ്രദ്ധിച്ചായിരുന്നോ? പോലെ വെയിറ്റ് ചെയ്യാണെന്ന് പറഞ്ഞു. വാച്ച് മെക്കാനിക്, ഇതൊക്കെ എനിക്ക് സർവ്വസാധാരണമാണ്. പ്ലീസ് വരൂ, ഇരിക്കൂ. ഓ, ഈ ടേബിൾ മൊത്തം ഡസ്റ്റ് ആണല്ലോ. നിറയെ അവാർഡ്സ് ഉണ്ടല്ലോ, എല്ലാം നിങ്ങളുടേതാ? യാ, വാച്ച് മെക്കാനിക് അല്ലേ, ഇതൊക്കെ സർവ്വസാധാരണ എനിക്ക്. എക്സ്ക്യൂസ് മീ, കുറച്ച് അർജന്റ് ആണ്. വാച്ച് കിട്ടിയ റെഡി. എത്രയായി? കാശൊന്നും തരണ്ട, ചെറിയ റിപ്പയറിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അയ്യോ, അതൊന്നും വേണ്ട. എത്രയാന്ന് പറഞ്ഞോളൂ, ഞാൻ തരാം. അത് ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. ബില്ലിടാ. യുവർ ഗുഡ് നൈറ്റ്. എന്താ? അല്ല, ബില്ലില് പേരെഴുതണം. നിങ്ങളുടെ പേര്? സത്യ. സത്യ. സച്ച് എ സ്വീറ്റ് നെയിം. ഓക്കെ, നിങ്ങളുടെ മൊബൈൽ നമ്പർ? എന്തിനാ? അല്ല, കാഷ്വലായിട്ട് ഒരു ജനറൽ നോളജിന്, ഒരു എമർജൻസി വന്നാലോ, ഒരു കസ്റ്റമർ കെയർ. എത്രയെന്നൊന്ന് പറയൂ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകണം. ഷുവർ. 247 രൂപ. കറക്റ്റായിട്ട് ചേഞ്ച് തന്നാൽ നന്നായിരിക്കും. ഹലോ, ഹലോ, എന്താ ചെയ്യുന്നേ? ജസ്റ്റ് കാഷ്വലായിട്ട്. കാഷ്വലോ? കത്തി കൊണ്ട് ടയറിൽ കൊത്തുന്നത് കാഷ്വലാ? വാച്ച് മെക്കാനിക്കാ ഞങ്ങളെല്ലാവരും. എന്താ താനീ പറയുന്നേ? കൃത്യമായിട്ട് ചേഞ്ച് തന്നാ നന്നായിരിക്കും. എന്തു പറ്റി നിങ്ങൾക്ക്? വാച്ച് മെക്കാനിക്കല്ലേ, ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് നടക്കുന്നതാ. ശ്വാസം മുട്ടിപ്പോയി. നിങ്ങളുടെ വാച്ച്, ഓ പെർഫെക്റ്റ് ചേഞ്ച് ആണല്ലോ. താങ്ക് യു. 1 സെക്കൻഡ്. നിങ്ങളുടെ വാച്ച്. അയ്യോ, ഇത് എന്റെ വാച്ചല്ല. എന്റെ വാച്ചിലെ ഡേറ്റ് ഉണ്ടായിരുന്നില്ല. അല്ലല്ല, ഇത് നിങ്ങളുടെ വാച്ച് തന്നെയാ. രാവിലെ നിങ്ങൾ വല്യച്ഛനോട് സംസാരിക്കുമ്പോൾ ബർത്ത് ഡേറ്റ് മറന്നുപോയെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഞാൻ തന്നെയാ ഡേറ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്തത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. വളരെ താങ്ക്സ്. യാ, ഓക്കെ. ഐ ആം എ വാച്ച് മെക്കാനിക്. ഇതെല്ലാം സർവ്വസാധാരണമായ വിഷയമാണ്. ഓക്കെ, താങ്ക്സ്. ഓക്കെ, ബൈ. അയ്യോ, എന്താ 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 എന്ത് പറ്റി? ടയർ പഞ്ചറായി. വരുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ ഏരിയ തന്നെ ഒരു വൃത്തികെട്ട ഏരിയ. കാറ്റിലുള്ള ക്ലോറോഫോമും ഹീമോഗ്ലോബിനും അതിയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അല്ല, ഇത് കണ്ട ആരോ പച്ച കളറുള്ള സ്കൂട്ടറുകൾ കൊണ്ട് കുത്തി കുത്തി പൊടിച്ച് കാറ്റ് കളഞ്ഞ പോലെ ഉണ്ടല്ലോ. ഇവിടുത്തെ പോലീസ് പട്രോളിംഗ് എവിടെ പോയി കിടക്കുക? ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ജനറലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജനറലായിട്ട് എനിക്ക് ജനറൽ നോളജ് വളരെ കൂടുതലാണ്. നിങ്ങൾ വിഷമിക്കണം, ഞാൻ ബൈക്കിൽ ഡ്രോപ്പ് ചെയ്യാം. ഇല്ല സാറില്ല, ഞാൻ ഓട്ടോയ്ക്ക് പോയിക്കോളാം. അല്ല, ഇത്രയും കഷ്ടപ്പെട്ട് കുത്തി കുത്തി പഞ്ചറാക്കിയിട്ട്, അല്ല വണ്ടി പഞ്ചറായ നിങ്ങൾക്ക് കഷ്ടമല്ലേ? അതും എന്റെ സ്ഥലത്ത് വെച്ച്. ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്തേക്കാന്നേ. ഇല്ല, നിങ്ങൾ എന്തിനാ വെറുതെ? അയ്യോ, ഇതിലൊക്കെ എന്താ? വാച്ച് മെക്കാനിക്, എനിക്ക് ഇതെല്ലാം സർവ്വസാധാരണ വിഷയമാണ്. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. എങ്ങനെ പറയാ? എന്താ, എന്ത് പറ്റി? ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് പോണം. അതുകൊണ്ട് ഫ്രണ്ടിന്റെ ബൈക്ക് എടുത്തിട്ട് വന്നു. ശരി. ഡ്രസ് ചേഞ്ച് ചെയ്യണം, ഹോസ്റ്റലിൽ മാറ്റാന്നാ വിചാരിച്ചേ. എന്നാ ടൈമില്ല. അത്രേ ഉള്ളൂ. അമ്മയുണ്ട് വീട്ടില്, മോളോട് ചെന്നാ മതി. ഇവിടുന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യാം. പ്ലീസ്, നിങ്ങളുടെ വീടാണെന്ന് വിചാരിച്ചോ. വരൂ. വളരെ താങ്ക്സ്. വന്നാട്ടെ, നിങ്ങളുടെ വീട് പോലെ തന്നെ. താങ്ക്സ്. യെസ്, കറക്റ്റായിട്ട് വലത് കാല്.
ആ വരൂ. അമ്മേ അമ്മേ ഒരു എന്താടാ? ഡ്രസ് ചേഞ്ച് ചെയ്യണമെന്ന് പറയുന്നു. നീ എന്ത് കടയാ നടത്തുന്നേ? തുണിക്കടയാണോടാ? ഡ്രസ് ചേഞ്ച് ചെയ്യാൻ ഒരു വാച്ച് മെക്കാനിക്കിന് ഇത് കൂടെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അമ്മ ഒരു പെണ്ണിന്റെ ഡ്രസ് എന്തെന്നാടാ? മാറ്റണം. ഒരു ഫംഗ്ഷൻ പോകാൻ അതിന് ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ലേഡീസ് ഒരു ഹെൽപ്പ് അല്ലേ? അമ്മയോട് ഞാൻ വരാൻ പറഞ്ഞു. വരൂ വരൂ വരൂ. കുട്ടി വന്നല്ലോ. ഇതെന്റെ മാതാശ്രീ. ഓ എന്റെ അമ്മ. പേരെന്താ മോളെ? സത്യ. അയ്യോ, എന്റെ പേര് സത്യഭാമി മോളെ. ഒരേ പേരാ നമ്മുടേത്. അതാ ഞാൻ സ്വീറ്റ് നെയിം എന്ന് പറഞ്ഞത്. ഓർമ്മയില്ലേ? ഇത് തന്നെയാ. ആക്ച്വലി അമ്മ എന്റെ പേരും സത്യഭാമ എന്ന് തന്നെയാ. ആണോ? കോളേജിൽ കളിയാക്കുന്ന കരുതി സ്റ്റൈലായിട്ട് ഞാൻ തന്നെ സത്യ വാ മോളെ വാ, അകത്തേക്ക് കയറി വാ. 1 2. അയ്യോ, ഇത് കണ്ടോ? എന്റെ ഡ്രസ് മുഴുവൻ കറിയായി. അയ്യോ, എന്താ ചെയ്യാ? പാവം. കൊണ്ടുവരുമ്പോ ഒരു സാരി കണ്ടോടാ കുഴപ്പമില്ലായിരുന്നു. അമ്മ what is this? ഛേ, ഒരു എന്തിനാ പെണ്ണിന്റെ സാരി ബൈക്കിന്റെ ആയിരുന്നു? കാറ്റ് മാത്രം അഴിച്ചു വിടുന്ന വിചാരിച്ചു. ഇപ്പൊ സാരിക്കും ഈ ലോക് പാലും മിൽമ പാലും ഒക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നോക്കട്ടെ നോക്കട്ടെ. എടാ മുഴുവനും ഉണ്ടടാ. ഇത് ഇപ്പോൾ ഏതോ നോക്കിയേ. ഒരുത്തൻ വേണോന്ന് വെച്ച് പ്ലാൻ ചെയ്ത് ഡിസൈൻ ആയിട്ട് ഇങ്ങൊഴിച്ചിരിക്കുന്നത്. വളരെ വൃത്തികെട്ട സ്വഭാവമുള്ളവൻ അവൻ. ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? അതിനെ പാവം. അമ്മ പറഞ്ഞു കൊടുക്ക്. അമ്മ വാച്ച് മെക്കാനിക് യൂണോ. ഇതൊക്കെ എനിക്ക് സർവ്വസാധാരണ വിഷയമാണ്. വെയിറ്റ് എ മിനിറ്റ്. അമ്മ ഇങ്ങോട്ട് വാ. എങ്ങോട്ടടാ? വേഗം അലമാരിൽ ഒരു സാരി എടുത്തു കൊടുക്ക്. എടാ എന്റെ സാരി എങ്ങനെയാ അവക്ക് കൊടുക്കുന്നേ? അമ്മയുടെ സാരി ആരാ ചോദിച്ചത്? ആ ശരവണ സ്റ്റോഴ്സിലെ 8000 രൂപയുടെ പിങ്ക് കളർ സാരിയില്ലേ രാവിലെ അയൺ ചെയ്തത്? അയ്യടാ, അതൊക്കെ മനസ്സിലിരിക്കട്ടെ. ആ സാരി ഞാൻ എന്റെ വരാൻ പോകുന്ന മരുമകൾക്ക് വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്ന. പോടാ, അതൊന്നും കൊടുക്കാൻ പറ്റില്ല. 10 മാസം ചുമന്ന പറ്റ മകന്റെ ഫീലിംഗ്സ് മനസ്സിലാക്കി സംസാരിക്കരുത്. അതുകൊണ്ടാ ഞാൻ. എടാ സത്യമാണോ? സത്യമാണോടാ? അയ്യോ, എന്തൊരു സടകാണ്. കുടുംബത്തെ പറ്റിയൊക്കെ അന്വേഷിച്ചോ നീ? ആവശ്യം കയറി അനാവശ്യം ഒന്നും പറഞ്ഞേക്കരുത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സ്ലോവില് പോ. ശരി ശരി. സാരി എടുത്തുണ്ടോ? നീ അങ്ങോട്ട് പോ, ഞാൻ എടുത്തോണ്ട് വരാം. ചെല്ല് ചെല്ല്. നന്നായിട്ടുണ്ടോ? വളരെ മോശമായി പോയി. എന്താ? പിന്നല്ലാതെ നന്നായിട്ടുണ്ടാവുന്ന നിങ്ങൾക്ക് എന്നെ അറിയാമല്ലോ. പിന്നെന്തിനാ ഈ ചോദ്യം ചോദിക്കുന്നേ? സൗന്ദര്യമുള്ള പെണ്ണുങ്ങൾ എപ്പോഴും ചോദിക്കും എനിക്ക് സൗന്ദര്യമുണ്ടോ സൗന്ദര്യമുണ്ടോ എന്ന്. കണ്ണാടിയിൽ കാണുന്നില്ലേ? അല്ല, എന്തിനാ ഈ ചോദ്യം ചോദിക്കുന്നേ? ജസ്റ്റ് കാഷ്വലാ, ജനറൽ ആയിട്ടൊരു ജനറൽ നോളജിന് വേണ്ടി. അയ്യോ, ഒട്ടു തൊട്ടിട്ടില്ല. ഫ്ലവേഴ്സും ഇല്ല. എന്തു പറ്റി? ശ്വാസം മുട്ടിയതാ. ഇവിടെ എന്താ? എന്റെ മുത്തച്ഛന്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ, നാട്ടിൽ ആഘോഷിക്കുന്നുണ്ടാവും. അതുകൊണ്ടാ ഇവിടുത്തെ കുട്ടികൾക്ക്. നല്ല കാര്യം തന്നെയാ. താങ്ക്സ്. നന്നായിട്ടുണ്ട്. പൊട്ടും പൂവും പെർഫെക്റ്റാ. റിയലി. ലെറ്റ് us go. കൊളവാക്കല്ലടാ. വന്നട്ടെ വന്നട്ടെ. ഹലോ. ദിസ് ഇസ് മണി. നമസ്കാരം. നിങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങോട്ടിരിക്കേ. താങ്ക്സ്. This is the decider, and it's been a great partnership between Mahendra Singh Dhoni and Virat Kohli, getting India to the very end, and it all boils down to the final delivery. 6 runs needed from the final ball. Erenga the bowler. Mahendra Singh Dhoni, the Indian captain, will be the man on strike.
Can he pull out a beauty? It's in the air. He's gone for the big shot. Man getting underneath it. Malinga the man takes the catch and disappointment all around. Sri Lanka win the match ആ മതി and win the പിള്ളേരെ, series. നിങ്ങൾക്ക് വേണ്ടി ഇവർ എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നറിയോ? എല്ലാവരും എഴുന്നേറ്റേ, വാ കഴിക്കാം. ഇന്ത്യ ജയിച്ചാ മതിയായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇവർക്ക് വേണ്ടിയെങ്കിലും ഇന്ത്യ ജയിക്കണമായിരുന്നു. ജയിച്ച എന്ത് സന്തോഷായിരിക്കും അറിയോ? Yeah. ഭയങ്കര സന്തോഷത്തില് ചെവി പൊട്ടുന്ന രീതിയിൽ ആർത്ത് വിളിച്ച് ആഘോഷിച്ചേനെ. Coming back strongly in the next two matches. This is the decider and it's been a great ഹലോ partnership between അമ്മേ Mahendra Singh എന്താമ്മേ Dhoni and Virat ദാ Kohli. ഇപ്പൊ വരാമേ getting India to അമ്മ the വിളിക്കുന്നു very end. ഒരു കസ്റ്റമർ It all ഇപ്പൊ വരാം boils down to the ഞാനിപ്പോ വരാമേ ഒരു 5 മിനിറ്റ് എത്താം runs needed from the final ball. ഓക്കെ ഓക്കെ അമ്മേ Would you believe it? This is extraordinary. This is unbelievable cricket. 6 from the final ball and looked like a miss hit. Malinga was getting underneath it, but the balls crossed over the boundary and India win the series 3-2. ഒന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ. കുറച്ചുകൂടെ കറി ഒഴിക്കട്ടെ. നല്ല പാകത്തിനൊരു ബോൾ വന്നത് ഒറ്റയടിയായിരുന്നു. ഞാൻ വിചാരിച്ചില്ല അത് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്ന്. ഹായ് അല്ല മാച്ച് ജയിച്ചെന്നാണല്ലോ പറഞ്ഞത്. ധോണി സാധാരണ പോലെ ലാസ്റ്റ് ബോൾ 6 അടിച്ച് പിള്ളേരെല്ലാം ഭയങ്കര സന്തോഷത്തില് ഹാപ്പിയായി ചെവി പൊട്ടുന്ന രീതിയിൽ ആർത്ത് വിളിച്ചിട്ടുണ്ടാവുമല്ലോ. പിള്ളേരെ കാണേണ്ടതായിരുന്നു. അല്ല എവിടെ പോയതായിരുന്നു? ഞാൻ അമ്മ വിളിച്ചിട്ട് കടയിൽ ഒരു കസ്റ്റമർ വന്നിട്ട് അങ്ങോട്ട് പോയതാ. കസ്റ്റമർ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലുണ്ടായിരുന്നോ? ചെപ്പോക്ക് സ്റ്റേഡിയം ഞാൻ നിങ്ങളെ കണ്ടു, ടിവിയിൽ കണ്ടു. Heading for a tense finish here. Everybody in the crowd wondering what's going to happen. It all depends on the final delivery. നിങ്ങൾ വീട്ടിൽ പോകുന്നല്ലേ പറഞ്ഞത്? ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ എന്തിനു പോയതാ? എന്നെ പോലെ ആരോ കണ്ടിട്ട് ഞാനാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങൾ. കള്ളത്തരം പറയാൻ നോക്കണ്ട. ഇതേ ഷർട്ട് ഇതേ പാന്റ് കിടന്നുരുളാതെ മറുപടി പറ. സത്യമായിട്ടും ടിവിയിൽ കണ്ടായിരുന്നു. അതേ കണ്ടു. കുളവായി. എന്ത് നടക്കരുതെന്ന് വിചാരിച്ചോ അത് നടന്നു. എന്താ ഈ പൊലമ്പുന്നേ? നിങ്ങളെപ്പോലെ സൗന്ദര്യമുള്ള പെൺകുട്ടികൾക്ക്, അതായത് ഈ ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് വരുന്നൊരു വളരെ പോപ്പുലറായ ഡിസീസാണത്. ഇറ്റ്സ് കോൾഡ് ഇമാജിനോ റൊമാൻസോഫീലിയ. ഇമാജിനോ എന്താ? ഇപ്പം നിങ്ങൾ ആരെങ്കിലും ലവ് ചെയ്യുന്നു വിചാരിച്ചോ, സാധാരണ ലവ് അല്ല, വളരെ സ്ട്രോങ് ആയിട്ട് ഡീപ്പായിട്ട് വളരെ സിൻസിയർ ആയിട്ട് ലവ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ആരെ നോക്കിയാലും അയാളെ കാണുന്ന പോലെ ഇരിക്കും. ഇറ്റ്സ് കോൾഡ് ഇമാജിനോ റൊമാൻസോഫീലിയ. എന്തൊക്കെ പറയുന്നേ? എനിക്ക് നിങ്ങളുടെ മേലെ, അതും സ്ട്രോങ് ആയിട്ടുള്ള ലവ്. അല്ല, ഞാൻ ദേഷ്യപ്പെടുന്നിടത്ത് നിങ്ങളാണോ ദേഷ്യപ്പെടുന്നത്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞു എന്നെ ടി വി കണ്ടെന്ന്, പിന്നെ ഹോർഡിംഗ് കണ്ടെന്ന് പറഞ്ഞു, പിന്നെ വേറെ എവിടെ കണ്ടെന്ന് പറഞ്ഞു ഞാൻ വെച്ചാണെന്ന് പറയല്ലോ. കുറച്ച് ഓവറാണ് കേട്ടോ ഇതൊക്കെ. എനിക്ക് എങ്ങനെ നിങ്ങളെ സ്നേഹിക്കാൻ പറ്റും? രാവിലെ ഒരു 10 മിനിറ്റ് നിങ്ങളെ കണ്ടു, ഇപ്പൊ ഒരു മണിക്കൂർ. അതിനുള്ള എങ്ങനെയാ? എക്സാക്ട്ലി. ഇതൊക്കെ ഞാൻ പറയേണ്ട ഡയലോഗ് അല്ലേ?
എവിടെ നോക്കിയാലും എന്നെ പോലെ നിങ്ങൾ മാത്രമല്ല ഇവിടെ കാണുന്നത്. ഇറ്റ്സ് കോൾഡ് ഇമാജിൻ റൊമാൻസ് ഓഫ് ഫീലിയ. അത് നിങ്ങൾക്ക് വന്നു ആ രോഗം ഞാൻ തെളിയിച്ചു തരാം. നിങ്ങൾക്ക് വിശ്വാസമില്ലോ? ഞാൻ പ്രൂവ് ചെയ്യാം. ആ കാറ്ററിംഗ് കാരെ കണ്ടോ? അവിടെ നിൽക്കുന്നത് കണ്ടോ? അയാളെ നോക്കി എന്നെ കാണുന്ന പോലെ തോന്നും. പ്ലീസ് ലുക്ക് അറ്റ് ദ ഡ്രാഗൺ നോ. എന്താ കണ്ടായിരുന്നോ? എന്നെ പോലെ ഉണ്ടായിരുന്നോ? അയ്യോ, ഇത് അസുഖം കൂടി സ്പ്രെഡ് ആയി കേട്ടോ. ഒന്നും വിഷമിക്കണ്ട, ഞാൻ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് അവസാനം ഒരു പ്രാവശ്യം കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. റെഡി? ഓക്കെ. ആ ഗാർഡനെ നോക്ക്. എന്താ ചെയ്യുന്നേ? ഒന്നുമില്ല, വാച്ച് മെക്കാനിക് അല്ലേ, പെട്ടെന്ന് ശ്വാസം പോയി. ആ തോട്ടക്കാരന് എന്നെ പോലെ മുഖമല്ലല്ലോ. നിങ്ങളെ പോലെ തന്നെയായിരുന്നു അയാൾ. വാട്ട്? ആ തോട്ടക്കാരന്റെ മുഖം എന്നെ പോലെ ആയിരുന്നോ? നിങ്ങൾക്ക് തന്നെ തോന്നില്ല ഇത് കുറച്ച് കൂടുതലാണെന്ന്? ഞങ്ങളെല്ലാം ബേസിക്കലി ഒരു വാച്ച് മെക്കാനിക്കാ. നാടിന് നന്മ ഉണ്ടാകാൻ വേണ്ടി 4 നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെയൊക്കെ കയറി ഗേൾസ് ലവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഐ അണ്ടർസ്റ്റാൻഡ്, എനിക്കറിയാം. നിങ്ങൾ അതേപോലെ അല്ല. നിങ്ങൾ എന്നെ വളരെ സിൻസിയർ ആയിട്ട്, സ്ട്രോങ് ആയിട്ട്, ഡീപ്പായിട്ട് പ്രേമിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ തെറ്റല്ല, നിങ്ങൾ ഒരിക്കലും തെറ്റായിട്ട് അത് എടുക്കണ്ട. ബട്ട് ബേസിക്കലി അമ്മ വാച്ച് മെക്കാനിക്ക്. അമ്മ പറയുന്ന പെണ്ണിനെ മാത്രമേ കല്യാണം കഴിക്കാൻ പറ്റൂ, അവളെ മാത്രം സ്നേഹിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ മതി. എന്നാൽ നിങ്ങൾ എന്നെ ഡീപ്പായിട്ടും ട്രൂ ആയിട്ടും ഹോണസ്റ്റ് ആയിട്ടും സിൻസിയർ ആയിട്ടും സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അത് മാത്രം മറക്കരുത്. ഇറ്റ്സ് എ കൈൻഡ് റിക്വസ്റ്റ്. ഓക്കെ, സീ യു.